ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ മരണമൊക്കെ നേരത്തെ നിശ്ചയിച്ചതാണ്. എങ്ങനെ, എവിടെ വെച്ച്, ഏത് രൂപത്തിൽ മരിക്കണം, മരിക്കുമ്പോൾ നമ്മൾ സൗഭാഗ്യവാനായി തീരുമോ ദൗർഭാഗ്യവാനായി തീരുമോ എന്നൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിശ്ചിത സമയത്തിലേക്കും സന്ദർഭത്തിലേക്കും ഓടി അടുക്കുകയാണ് ദുനിയാവിൽ നമ്മൾ ചെയ്യുന്നത്. മരണത്തിനൊരു സമയമുണ്ട്. ആ സമയം എത്തിക്കഴിഞ്ഞാൽ മരണം വരിക തന്നെ ചെയ്യും. അള്ളാഹു നിശ്ചയിച്ച സമയം വിട്ടുകടക്കാൻ ഒരാൾക്കും സാധ്യമല്ല. എല്ലാ അടിമകളുടെയും മരണം അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂളിൽ അള്ളാഹു അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ തന്നെ മാതാവിൻ്റെ ഗർഭാശയത്തിലായിരിക്കെ തന്നെ മാന്യന്മാരായ മലക്കുകൾ അത് എഴുതി വച്ചിട്ടുണ്ട്. അള്ളാഹു മനുഷ്യന് വേണ്ടി രേഖപ്പെടുത്തിയ സമയത്തിൽ നിന്നും ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയില്ല. ഒരു വ്യക്തി മരണപ്പെട്ടാലും, കൊല്ലപ്പെട്ടാലും, മുങ്ങി മരിച്ചാലും, വാഹനാപകടങ്ങളിൽപ്പെട്ട് മരിച്ചാലും, മറ്റു കാരണങ്ങളാൽ മരണപ്പെട്ടാലും ശരി, അള്ളാഹു അവന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് തന്നെയാണ് അവൻ മരിച്ചിട്ടുള്ളത്. വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല വമൻ യുരിദ് സവാബദ് ദുനിയാ നുഅ്തിഹി മിൻഹ വമൻ യുരിദ് സവാബൽ ആഖിറതി നുഅ്തിഹി മിൻഹ വസനജ്സിശ് ശാകിരീൻ. അള്ളാഹുവിൻ്റെ ഉത്തരവനുസരിച്ചല്ലാതെ ഒരാൾക്കും മരിക്കാനൊക്കുകയില്ല. അവധി കുറിക്കപ്പെട്ട ഒരു വിധിയാണത്. ആരെങ്കിലും ഇഹലോകത്തെ പ്രതിഫലമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന് ഇവിടെ നിന്ന് നാം നൽകും. ആരെങ്കിലും പരലോകത്തെ പ്രതിഫലമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന് നാം അവിടെ നിന്ന് നൽകും. നന്ദി കാണിക്കുന്നവർക്ക് നാം തക്കതായ പ്രതിഫലം നൽകുന്നതാണ്. മനുഷ്യൻ ഏത് സ്ഥലത്താണെങ്കിലും ശരി, അള്ളാഹു നിശ്ചയിക്കപ്പെട്ട സമയമായി കഴിഞ്ഞാൽ അവൻ മരിക്കുക തന്നെ ചെയ്യും. ഐനമാ തകൂനു യുദ്രിക്കുകുമുൽ മൗത വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ വഇൻ തുസിബുഹും ഹസനത്തുൻ യഖൂലു ഹാദിഹി മിൻ ഇൻദില്ലാഹ് വഇൻ തുസിബുഹും സയ്യിഅത്തുൻ യഖൂലു ഹാദിഹി മിൻ ഇൻദിക ഖുൽ കുല്ലും മിൻ ഇൻദില്ലാഹ് ഫമാ ലിഹാഉലാഇൽ ഖൗമി ലാ യകാദൂന യഫ്ഖഹൂന ഹദീസ. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുന്നതാണ്. നിങ്ങൾ ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കോട്ടയ്ക്കുള്ളിലായിരുന്നാൽ പോലും നബിയെ, അവർക്ക് വല്ല നേട്ടവും വന്നു കിട്ടിയാൽ അവർ പറയും ഇത് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചതാണ് എന്ന്. അവർക്ക് വല്ല ദോഷവും ബാധിച്ചാൽ അവർ പറയും ഇത് നീ കാരണം ഉണ്ടായതാണ് എന്ന്. പറയുക, എല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ്. അപ്പോൾ ഈ ആളുകൾക്ക് എന്തു പറ്റി? അവർ ഒരു വിഷയവും മനസ്സിലാക്കുവാൻ ഭാവമില്ല. നിസാ 78-ാമത്തെ വചനത്തിലാണ് അള്ളാഹു ഇങ്ങനെ പറയുന്നത്. അള്ളാഹു നിശ്ചയിച്ച സമയത്ത് മറികടക്കാനോ തൻ്റെ മരണം നേരത്തെ ആക്കാനോ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. വലികുല്ലി ഉമ്മത്തിൻ അജലും ഫൈദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. ഒരു സമുദായത്തിനും ഓരോ അവധിയുണ്ട്. ഓരോ സമുദായത്തിനും ഓരോ അവധിയുണ്ട്. അങ്ങനെ അവരുടെ അവധി വന്നെത്തിയാൽ അവർ ഒരു നാഴിക നേരം പോലും വൈകിക്കുകയോ നേരത്തെ ആക്കുകയോ ഇല്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമുൽ ഗൈബി വശ്ശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നബിയെ പറയുക, തീർച്ചയായും ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടിയകലുന്നുവോ അത് തീർച്ചയായും നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ്. പിന്നീട് അദൃശ്യവും ദൃശ്യവും അറിയുന്നവൻ്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അവൻ നിങ്ങളെ വിവരമറിയിക്കുന്നതാണ്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. നാം നിങ്ങൾക്കിടയിൽ മരണം കണക്കാക്കിയിരിക്കുന്നു. നാം ഒരിക്കലും തോൽപ്പിക്കപ്പെടുകയില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഇപ്രകാരം പ്രാർത്ഥിച്ചുവത്രേ: അള്ളാഹുവേ, എൻ്റെ ഭർത്താവ് അള്ളാഹുവിൻ്റെ പ്രവാചകനെക്കൊണ്ടും എൻ്റെ പിതാവ് അബൂ സുഫിയാനെക്കൊണ്ടും എൻ്റെ സഹോദരൻ മുആവിയയെക്കൊണ്ടും എനിക്ക് നീ സന്തോഷം നൽകണമേ. എനിക്ക് മുമ്പ് അവർ മരണപ്പെടരുത് എന്നർത്ഥം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞ അവധിയെക്കുറിച്ചും നിർണയിക്കപ്പെട്ട ദിവസങ്ങളെക്കുറിച്ചും വീതിക്കപ്പെട്ട ഉപജീവനത്തെക്കുറിച്ചുമാണ് നീ അള്ളാഹുവോട് ചോദിച്ചത്. ഒരു വസ്തുവും അതിൻ്റെ സമയത്തിന് മുമ്പ് വരുന്നതല്ല. സമയമായി കഴിഞ്ഞാൽ ഒന്നിനെയും അള്ളാഹു പിന്തിക്കുന്നതുമല്ല. നരകശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിച്ചുകൊണ്ടോ ഖബർ ശിക്ഷയിൽ നിന്ന് അഭയം ചോദിച്ചുകൊണ്ടോ നീ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു ഏറ്റവും ഉത്തമവും ശ്രേഷ്ഠവുമായിട്ടുള്ളത്. മരണസമയം മറക്കപ്പെട്ടതാണ്. ആര് എപ്പോൾ മരിക്കും എന്നുള്ളത് ഒരാൾക്കും അറിയുവാൻ കഴിയുന്ന കാര്യമല്ല.
അള്ളാഹുവിൻ്റെ മാത്രം അറിവിൽപ്പെട്ട കാര്യമാണത്. അള്ളാഹു തനിക്ക് പ്രത്യേകം മാറ്റിവെച്ച അദൃശ്യത്തിൻ്റെ ഖജനാവുകളിൽപ്പെട്ടതാണ് സമയത്തെക്കുറിച്ചുള്ള അറിവ്. വഇൻദഹു മഫാതീഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വല ഹബ്ബത്തിൻ ഫി ളുലുമാതിൽ അർള് വല റത്ബിൻ വല യാബിസിൻ ഇല്ലാ ഫി കിതാബിൻ മുബീൻ. അവൻ്റെ പക്കലാകുന്നു അദൃശ്യകാര്യത്തിൻ്റെ ഖജനാവുകൾ. അവനല്ലാതെ അവ അറിയുകയില്ല. കരയിലും കടലിലുമുള്ളത് അവൻ അറിയുന്നു. അവനറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല. ഭൂമിയിൽ ഇരുട്ടുകൾക്കുള്ളിലിരിക്കുന്ന ഒരു ധാന്യമണിയാകട്ടെ, പച്ചയോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തുവാകട്ടെ, വ്യക്തമായ ഒരു രേഖയിൽ എഴുതപ്പെട്ടതായിട്ടല്ലാതെ ഉണ്ടാവില്ല. അദൃശ്യത്തിൻ്റെ ഖജനാവുകൾ 5 എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇപ്രകാരം കാണാം. മഫാത്തിഹുൽ ഗൈബി ഖംസുൻ ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സഅത്ത് വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യിൽ അർദിൻ തമൂത്ത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അദൃശ്യത്തിൻ്റെ ഖജനാവുകൾ 5 ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനം പാരായണം ചെയ്തു. തീർച്ചയായും അള്ളാഹുവിൻ്റെ പക്കലാണ് അന്ത്യസമയത്തെപ്പറ്റിയുള്ള അറിവ്. അവൻ മഴ പെയ്യിക്കുന്നു, ഗർഭാശയത്തിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു. നാളെ താൻ എന്താണ് പ്രവർത്തിക്കുകയെന്ന് ഒരാളും അറിയുകയില്ല. താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുകയെന്നും ഒരാളും അറിയുകയില്ല. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. അതുകൊണ്ട് തന്നെ മരണം നിശ്ചയിക്കപ്പെട്ടതാണ്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. മണിക്കൂറുകളും സെക്കൻഡുകളുമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നത്. ഒരു മരത്തിൽ നിന്നും ഇല കൊഴിഞ്ഞു പോകുന്നത് പോലെ ആ ഇലയെ പിന്നെ പിടിച്ച് മരത്തിലേക്ക് ചേർത്തൊട്ടിച്ചു വെച്ച് ജീവിപ്പിക്കാൻ സാധിക്കാത്തതുപോലെ ഇഹലോകത്തു നിന്നും നമ്മളൊക്കെ ഒരു ഇല കൊഴിയുന്ന ലാഘവത്തോടുകൂടി കൊഴിഞ്ഞു പോകേണ്ട ഒരു സമയത്തിലും സന്ദർഭത്തിലേക്കുമാണ് നമ്മൾ കാത്തിരിക്കുന്നതെന്ന ബോധത്തോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് 3 ഉപകാരങ്ങളുണ്ടാകും. 1, അവന് തൗബ ചെയ്യാൻ തോന്നും. 2, കിട്ടിയ അനുഗ്രഹങ്ങൾ വലുതായി തോന്നുകയും അതുകൊണ്ട് തൃപ്തികരമായി ജീവിക്കാനും സാധിക്കും. 3, അവൻ്റെ ആരാധനകളിൽ വളരെയധികം അലങ്കാരങ്ങൾ, ഈമാനികമായ തഖ്വ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അള്ളാഹു മരണത്തെക്കുറിച്ച് ഓർക്കുകയും അതിനനുസരിച്ച് പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.